എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റുള്ള അവലോസ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അവലോസ് പൊടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 2 കിലോ പച്ചരി, ഇത് ദോശമാവിനും പുട്ടിനൊക്കെ ഉപയോഗിക്കണ അരി. 4 തേങ്ങ, ഇത്തിരി മൂത്തത് നല്ല വിളഞ്ഞ തേങ്ങ. 2 സ്പൂണ് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂണ് കറുത്ത എള്ള്. അരി നന്നായി കഴുകിയിട്ട് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. 4 മണിക്കൂർ കുതിർത്ത അരിയാണ്. ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കണത്. ഇനി നമുക്കിത് പൊടിച്ചു കൊണ്ടുവരാം. അരി പൊടിച്ചത് ഇങ്ങനത്തെ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിടാം. അധികം നൈസായില്ലെങ്കിലും ഒന്നുമില്ല, കുറച്ച് തരിയുള്ളൊരു തരി കൊടുക്കാനായിട്ട് ഉണ്ടാവും, കുഴപ്പമില്ല. ഞാൻ ഗിണ്ടാലിയത്തിൻ്റെ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ അരി മുഴുവനും പൊടിച്ച് എടുക്കുക. ഇതൊന്നും കൂടി പൊടിക്കുക എടുക്കാൻ. അരി പൊടിച്ച് അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ചിരകി കൊണ്ടുവരാം. ഇനി നമുക്ക് നാളികേരം ചിരകിതിടാം. ജീരകം ഇടാം. ജീരകം 1.25 സ്പൂൺ ഇട്ടുണ്ട്. കറുത്ത എള്ള് ഇടാം. 1 സ്പൂൺ ഉപ്പ് ഇടാം. ഉപ്പ് ഇത്തിരി കുറവിട്ടാൽ മതി, കൂടുതൽ ആവണ്ട. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം. ഇങ്ങനെ ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ അരിപ്പൊടിയിലൊക്കെ നല്ലപോലെ യോജിപ്പിക്കുക. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ആക്കണം. അതൊരു 10 മിനിറ്റൊക്കെ. അപ്പോൾ ഇതെല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അമർത്തി വെക്കിയത് ഒരു അരമണിക്കൂർ ഇങ്ങനെ മൂടി വെക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ അമർത്തി വെച്ചിട്ട് മൂടി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ. ഞാൻ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെയും വേറെ ആക്കണം. ഇതുപോലെ കൈ കൊണ്ട് പിന്നെയും തിരുമ്പിയിട്ട് വേറെ ആക്കുക. എന്നിട്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് വറുക്കാം. അടുപ്പിൽ തീയൊക്കെ നന്നായി കത്തുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇനി തുടർന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിങ്ങനെ നന്നായിട്ട് തുറന്ന് എപ്പോഴും ഇളക്കി തന്നെ ഇരിക്കണം, ആവണ വരെ. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ആയിട്ടില്ല. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറണ വരെ ഇളക്കന്നെ. ഇപ്പോൾ ഒരു 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി സമയം എടുക്കും. കളറൊക്കെ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതാവാറുണ്ട്. ഇതിൽ 1 സ്പൂൺ കൂടി ജീരകം ഇടാം. ഇനി ഇത് ഒന്നും കൂടി കളർ മാറണ വരെ ഇളക്കാം. ഇപ്പം 2 മണിക്കൂറായി. അവലോസ് പൊടി ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ കളറൊക്കെ മാറി മണൽ പോലെ അങ്ങനെ ഇളക്കുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ വെട്ടൊന്നായത് അങ്ങനെ നല്ലപോലെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. ഇതിലിരുന്നിട്ട് തന്നെ കുറച്ച് നേരം കൂടി ഒന്നും കൂടി ആവും. ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം. അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയുടെയും ചെറുപഴത്തിൻ്റെയും കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.